നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെട്ട് KMCC മുസ്ലിം ലീഗിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആവശ്യമുന്നയിച്ചതായി ഗ്ലോബൽ KMCC ജനറൽ സെക്രട്ടറി പുത്തൂർ റഹ്മാൻ പറഞ്ഞു. PV അബ്ദുൽ വഹാബ്, പാറക്കൽ അബ്ദുള്ള എന്നിവർക്ക് സീറ്റ് നൽകിയിരുന്നത് വ്യവസായ പ്രമുഖർ എന്ന നിലയിൽ കൂടിയാണ്. ഇത്തവണ സാധാരണക്കാരായ പ്രവാസികളെ പരിഗണിക്കണമെന്നാണ് ആവശ്യമെന്ന് പുത്തൂർ റഹ്മാൻ പറഞ്ഞു. ഈ പ്രാവശ്യം KMCCക്ക് ഒരു നല്ല പരിഗണന കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 45 വർഷമായി ഞങ്ങളാരും ആവശ്യപ്പെട്ടില്ല. എനിക്ക് തോന്നി ഈ പ്രാവശ്യം ആദ്യമായിട്ടായിരിക്കും ഞാൻ ആവശ്യപ്പെട്ടത്. KMCCക്ക് ഒരു പരിഗണന ഈ പ്രാവശ്യം പാർട്ടി തരണം എന്ന് ആവശ്യപ്പെട്ടു. കാരണം കാലാകാലങ്ങളായി ഇവർക്കൊക്കെ, അതായത് ഇപ്പോൾ യൂത്ത് വിങ്ങിന്, വനിതാ വിങ്ങിനുകൾക്കൊക്കെ എല്ലാവർക്കും അവരുടേതായ പരിഗണന കൊടുക്കുകയും അവർക്കൊക്കെ പിന്നെ പാർട്ടിയിൽ പ്രത്യേകിച്ച് അസംബ്ലി സീറ്റുകളൊക്കെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പ്രാവശ്യം ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു KMCCക്ക് ഈ പ്രാവശ്യം ഒരു സ്ഥാനാർത്ഥി വേണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. ഏത് സീറ്റാണ് അങ്ങനെയല്ലോ? അതില്ല, അത് പാർട്ടി തീരുമാനിക്കാനുള്ളതാണ്. ആർക്കാണ് ഏത് സീറ്റാണെന്നത് പാർട്ടി തീരുമാനിക്കും. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, KMCC എവിടെ നിന്നാലും ഞങ്ങൾ ഇതുവരെ ചെയ്ത സമൂഹത്തിന് നൽകിയ സേവനം വെച്ചുകൊണ്ട് എല്ലാ പാർട്ടികളും KMCCയുടെ ആളുകൾക്ക് വോട്ട് ചെയ്യും. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, ആവശ്യം KMCC ലീഗ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പുത്തൂർ റഹ്മാൻ പറയുന്നതനുസരിച്ച് പാർട്ടി ഇതിനോട് പോസിറ്റീവായി പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ്. വിവിധ പോഷക സംഘടനകൾക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സീറ്റ് നൽകാറുണ്ട്. പ്രത്യേകിച്ച് വനിതാ വിഭാഗത്തിന്, അതേപോലെ യൂത്ത് ലീഗിന് ഒക്കെ സീറ്റ് നൽകുന്ന ഒരു പതിവുണ്ട്. അത്തരത്തിൽ KMCCയെയും പരിഗണിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ള 45 വർഷമായി KMCC ലീഗിന്റെ എല്ലാ നിലയ്ക്കുള്ള വളർച്ചയ്ക്കും സഹായം നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തവണ അത്തരമൊരു കാര്യം പരിഗണിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് പുത്തൂർ റഹ്മാൻ പറയുന്നത്. നേരത്തെ PV അബ്ദുൽ വഹാബ്, അതേപോലെ തന്നെ പാറക്കൽ അബ്ദുള്ള തുടങ്ങിയ പ്രവാസികൾക്ക് ലീഗ് സീറ്റ് നൽകിയിരുന്നു. അവർ സഭകളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഒരു വ്യവസായ പ്രമുഖർ എന്നുള്ള നിലയ്ക്കുള്ള പരിഗണനയാണ് ഈ KMCC നേതാക്കൾക്ക് നൽകിയത്. അതിനു പകരം സാധാരണക്കാരായ KMCC പ്രവർത്തകരെ മത്സരിപ്പിക്കാൻ ശ്രമിക്കണമെന്നൊരു ആവശ്യമാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളതെന്നാണ് പുത്തൂർ റഹ്മാൻ പറയുന്നത്. എവിടെ മത്സരിപ്പിക്കണം എന്ന് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. എന്നാൽ KMCC എവിടെ മത്സരിച്ചാലും അവർ ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. നിയമസഭയിൽ മാത്രമല്ല, ബോർഡുകളിലും KMCC അംഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നൊരു ആവശ്യവും പാർട്ടിക്ക് മുന്നിൽ പുത്തൂർ റഹ്മാൻ വെച്ചിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. തന്നെയാണ്.